ഹലോ, ഞാൻ ഇന്നൊരു ചെറിയ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായ അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഒരിക്കലും ചിന്തിക്കില്ല എനിക്ക് ഈ ബന്ധം പകുതിക്ക് വെച്ച് നിർത്തിപ്പോകണം എന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഒരു സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതത്തിലേക്ക് കയറിക്കൂടുന്നത്. പക്ഷെ എന്തുകൊണ്ടോ വിവാഹ ജീവിതത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് ഡിവോഴ്സിലേക്ക് എത്തുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും ചില ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ മറ്റു ചിലരുടെ സ്വാർത്ഥതകൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കേണ്ട. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞാനൊരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ ആ ലേഡി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെയാണ് ജീവിതത്തിലേക്ക് കൂട്ടിയിരിക്കുന്നത്. ആ ജീവിതത്തിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന ചില ന്യായീകരണങ്ങൾ എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. അതായത് അവരുടെ ആ സ്ത്രീയുടെ ഇപ്പോൾ ഉള്ള കാമുകനും ആ കാമുകന്റെ ഭാര്യയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി, ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കുഞ്ഞിൻ്റെ ഉപ്പ അവരെ നോക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സത്യസന്ധമായ കാര്യങ്ങൾക്കിടയിൽ അവർ യൂട്യൂബ് വീഡിയോകളിലൂടെ ഒരു 3 കുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുന്ന റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അറിയുന്നു. അവർ ആ വീഡിയോകളിലൂടെ ആ സ്ത്രീയുടെ കഷ്ടപ്പാടുകളെ കണ്ട് സങ്കടം തോന്നി ആ സ്ത്രീ ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്ന സ്ത്രീയെ വിളിക്കുന്നു. അവിടെ വെച്ച് അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നു. ആ സംസാരത്തിനിടയിൽ നിന്റെ ഭർത്താവിൻ്റെ നമ്പർ എനിക്ക് തരൂ, ഞാൻ അയാളെ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയിൽ നിന്ന് ആ നമ്പർ കൈക്കലാക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണ്. അവിടെ വെച്ച് നിരന്തരം അവർ ആ ആളിനെ വിളിക്കുന്നതായിരിക്കാമെന്ന് എനിക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. കാരണം എൻ്റെ ഒരു സുഹൃത്തുമായിട്ടും ഇവർക്ക് ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നു. എന്നോടുള്ള ഒരു പക തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നോട് മിണ്ടരുത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഇവർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ഇവർ കോണ്ടാക്ട് ചെയ്തത് എങ്കിലും ഇവർ നിരന്തരം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇടുമെന്ന് പറഞ്ഞ് പബ്ലിക്കിൽ നാറ്റിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ നിരന്തരം കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഈ കാര്യം ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തായ ഐഷ നെഹയ്ക്കും വ്യക്തമായി അറിയാവുന്നൊരു കാര്യമാണ്. ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ ഫോൺ കോള് നിങ്ങൾ ബ്ലോക്കിലിട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ബ്ലോക്കിലിട്ട് കഴിഞ്ഞാൽ ഇവർ എന്നെ നാണം കെടുത്തിയേക്കാം, അതുകൊണ്ട് ഞാൻ ബ്ലോക്കിലിടുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോള് നിങ്ങൾ എടുക്കാതിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കോൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പ്ലാൻ ചെയ്ത സമയത്ത് ഒരു ദിവസം 50ഓളം കോളുകൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വരുന്നത് അദ്ദേഹം സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ അദ്ദേഹത്തിന് നിവർത്തിയില്ല. അതായത് വീട്ടിൽ കയറണമെങ്കിൽ ഇവരുടെ കോൾ എടുത്താലേ പറ്റൂ, ഇല്ലെങ്കിൽ വീട്ടിൽ പോയാലും ഈ കോൾ വന്നുകൊണ്ടേ ഇരിക്കുമായതുകൊണ്ട് ഇദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു. ആ ഒരു ടൈമിൽ അദ്ദേഹത്തോട് ഇവർ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഇദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്ത് ഞങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിരന്തരം ചോദിക്കുന്ന അവരുടെ ചോദ്യം എന്ന് പറയുന്നത്, ഇക്ക ചോറ് കഴിച്ചോ, ഇക്ക രാവിലെ എന്താ കഴിച്ചത്, ചോറ് കഴിച്ചോ, കാപ്പി കുടിച്ചോ, തുമ്മിയോ, തുമിച്ചോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, എന്തിനാണ് ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോള് കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു, എന്നോട് എൻ്റെ ഭാര്യ പോലും ഇത്തരത്തിൽ സംസാരിക്കാറില്ല, ഇത്തരത്തിൽ ചോദിക്കാറില്ല എന്നുള്ളത്. സ്വാഭാവികമാണ്, ചില കാര്യങ്ങൾ ഭർത്താക്കന്മാർ മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആണുങ്ങൾ കൊടുക്കാറില്ല എന്ന് എനിക്ക് തോന്നിയ ഒരു നിമിഷമായിരുന്നു. അന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ എവിടെ നിന്നാണ്
ഇപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ ഉറക്കമുണർന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വീട്ടിൽ എവിടെയാണ് കിടന്നുറങ്ങിയത്? അത് എൻ്റെ ബെഡ്റൂമിൽ. നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളുടെ തൊട്ടടുത്ത് കിടന്നുറങ്ങിയത് ആരായിരുന്നു? എൻ്റെ വൈഫായിരുന്നു. ആണല്ലോ. അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചായ കൊണ്ട് തന്നത് ആരായിരുന്നു? എൻ്റെ വൈഫ്. അത് കഴിഞ്ഞ് നിങ്ങൾ കമ്പനിയിലേക്ക് എത്തി. കമ്പനിയിൽ നിന്ന് ഇനി ഉച്ചയ്ക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയി നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്? എൻ്റെ ഭാര്യ വെച്ചുണ്ടാക്കിയ ഭക്ഷണം. ആണല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ മനുഷ്യനോട് ചോദിച്ച ഒരു ചോദ്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ചെയ്യുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ വൈഫ് നിങ്ങളെ വിളിച്ച് ഇക്ക ചോറ് കഴിച്ചോ, ചായ കുടിച്ചോ, തുമ്മിയോ തുമിച്ചോ എന്ന് ചോദിക്കേണ്ടുന്ന റീസൺ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത്, അത് ശരിയാണല്ലോ. ചില സമയങ്ങളിൽ ചില മനുഷ്യർ അങ്ങനെ തന്നെയാണ്. അതായത് ചില കാര്യങ്ങൾ അവർ മറന്നുപോകും, അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കൂല. അവർക്ക് വേണ്ടിയിട്ട് നിത്യവും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അവരുടെ ഭാര്യയെ അവർ ഇഗ്നോർ ചെയ്യുകയാണ്. ആ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഭാര്യ തന്നെയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി അദ്ദേഹത്തോട് ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്ന ഈ സ്ത്രീ എങ്ങനെയാണ് നല്ല ഒരു സ്ത്രീയായി മാറുന്നത്? ഇപ്പൊ കുറച്ചു മുമ്പ് അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഈ ആൾ ഒരു കുടുംബസ്ഥനാണ്, ഒരു ഭർത്താവായിരുന്ന ഒരാളാണ്. അവിടെ നിന്നും ആ ജീവിതത്തിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത ഈ സ്ത്രീ ആ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഭാര്യയായാൽ ചോദിക്കണം, നീ തിന്നോ കുടിച്ചോ ഉറങ്ങിയോ എന്നുള്ളത് ഭർത്താവിനോട് ചോദിക്കണം എന്ന് ചോദിക്കുമ്പോൾ ഇതേ ഭർത്താവ് ഭാര്യയോടും ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തിനോടും ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. നിങ്ങളുടെ വൈഫ് നിങ്ങളോട് തിന്നോ കുടിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കൊരു ഒരു അസുഖകരമായ ഒരു കാര്യമായിട്ട് തോന്നിയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കാറുണ്ടോ നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്യുന്നു, ഈ സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ഫോൺ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കൂ എന്ന് ചോദിച്ചു. അപ്പൊ അതുപോലെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി, ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ ബേസിൽ ആ സ്ത്രീ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന റബ്ബർ ടാപ്പ് തൊഴിലാളിയായ സ്ത്രീയെ ഫോൺ വഴി ബന്ധപ്പെടുന്നത്. അവിടെ വെച്ച് തൻ്റെ സ്വന്തം ദുഃഖം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഭർത്താവിൻ്റെ നമ്പർ വാങ്ങിച്ച്, ഇപ്പൊ എൻ്റെ സുഹൃത്തുമായിട്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, അങ്ങനെ ഉണ്ടായിട്ട് പോലും എൻ്റെ സുഹൃത്തിനോട് അവർ ഇത്രയധികം കാര്യങ്ങൾ സംസാരിച്ചു എങ്കിൽ ഉറപ്പാണ് ഇവരുടെ ഭർത്താവിനോടും അവർ ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാം. പിന്നെ ബോധമില്ലാത്ത സ്വന്തം ഭാര്യയുടെ കഴിവിനെ അംഗീകരിക്കാൻ കഴിയാത്ത സ്വന്തം ഭാര്യയെ ഒരു എച്ചിൽ കഷ്ണം പോലെ മാറ്റുന്ന ചില ആണുങ്ങളുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരാള് ഇവരുടെ വലയിൽ വീഴാൻ വേണ്ടിയിട്ട് വലിയ സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എന്നെ പോലൊരു സുഹൃത്ത് എൻ്റെ സുഹൃത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചും പറഞ്ഞുമാണ് ആ ഒരു ബന്ധത്തിന്റെ റിയലൈസേഷൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ ചിന്തിക്കാൻ കഴിവില്ലാത്ത ഏതോ മൊണ്ണയായിട്ടുള്ള സ്വന്തം ഭാര്യയ്ക്ക് എച്ചിലിന്റെ വില പോലും കൊടുക്കാത്ത സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച ഒരു സ്ത്രീക്ക് ആ ഒരു മാന്യത കൊടുക്കാത്ത ഒരുത്തൻ നിരന്തരം ഒരു വേശ്യ സ്ത്രീ വിളിച്ച് അയാളോട് തിന്നോ കുടിച്ചോ ഉറങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ വലയിൽ വീണു. അവളെ വിളിച്ചും കൊണ്ട് ഒന്നിച്ച് അവളുടെ വീടിനുള്ളിൽ വെച്ചാണ് ഈ പുള്ളിക്കാരനെ പിടിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ചാൽ ഉടനെ അവരുടെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി അവരുമായി സംഗമിച്ച് അത് നാട്ടുകാർ പിടിച്ച് അതിനെ കല്യാണമാക്കി മാറ്റുന്ന ഇവനൊക്കെ സ്വന്തം ഭാര്യയ്ക്ക് ഒരു എച്ചിലിന്റെ വില പോലും കൊടുക്കാത്ത ഇവനൊക്കെ ഇത്തരം സ്ത്രീകളുടെ വലയിൽ ചെന്ന് വീഴാൻ ഇത്തരം സ്ത്രീകൾ ഉപയോഗിക്കുന്ന രീതി തന്നെ തിന്നോ കുടിച്ചോ ഉറങ്ങിയോ എന്നുള്ളത് തന്നെയാണ്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ളത് പങ്കാളി എന്നുള്ള ഒരു റിലേഷനാണ്. അവിടെ നിങ്ങളോട് ചോദിക്കുന്നില്ല, നിങ്ങളോട് തിന്നോ കുടിച്ചോ ഉണ്ടോ ഉറങ്ങിയോ എന്നുള്ളത്
ഭാര്യ ചോദിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിളിച്ച് നീ തിന്നോ ഉറങ്ങിയോ എന്നുള്ളത് ചോദിക്കാറുണ്ടോ എന്ന്? നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്ത് നോക്ക്. എവിടെയെങ്കിലും കിടക്കുന്ന ഏതെങ്കിലും തെണ്ടി പെണ്ണുങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും ആ വലയിൽ വീണ് സ്വന്തം ജീവിതം ഒരു വേസ്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന് പകരം സ്വന്തം ജീവിതം, സ്വന്തം താലി കെട്ടിയ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീക്കില്ലാത്ത എന്ത് മഹിമയാണ് ഇത്തരം എച്ചിലുകൾക്ക് ഉള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. വലിയ നെളിഞ്ഞിരുന്ന് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്ത ഒരു സ്ത്രീയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കൊണ്ട് അയാളുടെ സ്വന്തം ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. അയാൾ താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന അയാളുടെ സ്വന്തം ഭാര്യയും അയാളുടെ കുഞ്ഞിന്റെ ഉമ്മയുമാണ് സ്ത്രീയെ. അയാളുടെ സ്വന്തം കുഞ്ഞിന്റെ ഉമ്മയാണത്. നിങ്ങൾ ആരാണ്? നിങ്ങളത് പൊതുസമൂഹത്തിൽ സംസാരിക്കുന്നിടത്തോളം കാലം എനിക്കും അത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഹു ആർ യു? വന്നിരുന്ന് അങ്ങ് നെളിഞ്ഞ അയാളുടെ ഭാര്യയെ കുറിച്ച് അങ്ങ് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോധമില്ലാത്ത ചെകുത്താൻ.